ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ഈ ചിങ്ങമാസം എങ്ങനെയുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. വളരെയധികം ചിലവുകളൊക്കെ കൂടുന്ന ഒരു കാലമാണ്. കാരണം ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉള്ളതുപോലെ നിങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റേതായ ആദ്യത്തെ കാൽഭാഗം ഇത്രയുമാണ് ചിങ്ങം രാശിക്കുള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ ഫലം ആകണം എന്നൊന്നുമില്ല. കാരണം രാശിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അപ്പോൾ ഗോചാര രാശി പ്രകാരം നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ചിന്തകൾ മാറ്റങ്ങൾ ഉണ്ടാക്കും. കാരണം അവരവരുടേതായ ജാതകത്തിലെ ലഗ്നത്തിൻ്റേതായ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിപൂർണമായ ഫലത്തെയും കാണാനായിട്ട് കഴിയുന്നത്. എന്നിരുന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചിങ്ങം രാശിയുടേതായ പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ സൂര്യൻ ചിങ്ങം രാശിക്കുള്ളിൽ തന്നെ ഉള്ള ഒരു സമയമാണ്. അതായത് ഈ 17-ാം തീയതി മുതൽക്ക് ചിങ്ങം രാശിക്കുള്ളിൽ തന്നെയാണ് സൂര്യൻ്റേതായ ഒരു നില. അതായത് സ്വന്തം ഭവനത്തിൽ നിൽക്കുന്ന സൂര്യന് അതിൻ്റേതായ ആധിപത്യവും ഒരു ആർജവവും ഒക്കെ ഇവിടെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വിധമായ രീതിയിൽ ഒരു ഊർജ്ജസ്വലത ഒക്കെ വന്നെത്തും. അതായത് എന്ത് കാര്യവും എനിക്ക് നേടാൻ കഴിയും എന്നൊരു ചിന്താഗതിയൊക്കെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സമൂഹപരമായിട്ട് നോക്കുമ്പോൾ സമൂഹത്തിനുള്ളിലും അതുപോലെ കുടുംബപരമായ അന്തരീക്ഷത്തിലുമൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ആത്മവിശ്വാസം കൂടുമ്പോൾ അതിൻ്റേതായ ഒരു ഈഗോയും നിങ്ങളിലേക്ക് വന്നെത്തുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലായിടത്തും നല്ല അംഗീകാരം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുക. ശമ്പളപരമായ രീതിയിലും ചില വർധനകളൊക്കെ വരാനുള്ള സാധ്യതകളും 100% ആണ്. തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു അംഗീകാരം തന്നെയായിരിക്കും വരിക. നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരുടേതായ അഭിനന്ദനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്കൊപ്പം കടന്നുകൂടി അതിലൂടെ മികച്ച നേട്ടങ്ങളും നിങ്ങൾക്ക് വരുന്ന സമയമാണ്. ബിസിനസ് പരമായിട്ടും അതുപോലെ മറ്റു ജോലികൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഒക്കെ ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ വഴികൾ തുറന്നു കിട്ടുന്ന കാലം തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഓഫർ ഉണ്ടാവാം. കാര്യം നിങ്ങളുടെ പ്രവർത്തന മികവ് വളരെയധികം വലുതായതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു തൊഴിലിടങ്ങളിൽ തൊഴിലാളിയായി ലഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ടാവും. പക്ഷേ എടുത്തുചാട്ടം വേണ്ട എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം നിലവിലിരിക്കുന്നിടത്ത് അംഗീകാരങ്ങളൊക്കെ തേടി വരികയാണെങ്കിൽ പിന്നെ മറ്റൊന്നിനെ തേടേണ്ട ആവശ്യം ഇവിടെയില്ല. അതുകൊണ്ട് അമിതമായ വിശ്വാസത്തിൽ ഒരു അഹങ്കാരം വന്നു കൂടാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അത്തരം ചിന്തകളൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കുക. കാരണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നിലേക്ക് പോകണം. തൊഴിലിടങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യണമെന്ന വാശി അവിടെ വേണ്ട. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യേണ്ടതായിട്ട് വരും ജോലി. അപ്പോൾ അംഗീകാരം കൊടുത്ത് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. സാമ്പത്തികപരമായ രീതിയിൽ 100% നിങ്ങൾക്ക് മുൻകാലത്തെ അപേക്ഷിച്ച് ഈ കാലം ഉയർച്ച ഉണ്ടായിരിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് വന്നെത്തും. ചിലവുകളൊക്കെ ഒരല്പം ചുരുക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരല്പം ചിലവ് കൂടും. അതായത് യാത്രകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരല്പം പണം ചിലവാക്കേണ്ട സാഹചര്യം ഇവിടെ വരും. അത് പൊതുവായിട്ട് ഈ ഓണം സമയത്ത് ചില യാത്രകളും ചിലവുകളൊക്കെ വരും. പക്ഷേ അതിനെ അമിതമായ രീതിയിൽ, അതായത് നമ്മളെ കൊണ്ട് താങ്ങാത്ത രീതിയിൽ നമ്മളത് ചിന്തിക്കാൻ പാടുള്ളതല്ല. കാരണം പണയമൊക്കെ വയ്ക്കാനൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോകും, പിന്നീട് അത് തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. കാര്യം ആ സമയത്ത് നോക്കി മറ്റ് ചിലവുകൾ നിങ്ങളെ തേടി വരികയും ചെയ്യും. അതുകൊണ്ട് സമ്പത്തുപരമായ രീതിയിൽ ചിലവുകളെ കൺട്രോൾ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. കുടുംബപരമായ ബന്ധങ്ങളൊക്കെ വളരെയധികം മംഗളകരമായിട്ടിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ നല്ല ഐക്യതയൊക്കെ വന്നതും സന്തോഷമുണ്ടാകും. അതുപോലെ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിലൊക്കെയും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. ചിങ്ങമാസത്തിൽ വിവാഹങ്ങൾ ധാരാളമുള്ള അതിനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കടുത്ത് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണെങ്കിലും വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. അത്തരം അഭിപ്രായങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഒന്നും ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തോണ്ടുന്ന ഒരു കുഴിയായിട്ട് മാറും. അതായത് വിന നിങ്ങൾ തന്നെ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായിട്ട് മാറും. എപ്പോഴും നിങ്ങൾ അങ്ങനെയാണല്ലോ. കാരണം നിങ്ങളുടേതായ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് വിനയായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ലത് പറഞ്ഞ് മോശം കേൾക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ ചിന്തകളൊക്കെ എടുക്കുന്ന സമയത്ത് മാനസികമായി നല്ല ഉയർന്ന ഒരു എനർജി നിങ്ങളിലേക്ക് ഫോം ചെയ്യും. നേരത്തെ എന്തെങ്കിലും ത്വക്ക് സംബന്ധപ്പെട്ട രീതിയിൽ സ്കിൻ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിലൊക്കെ തന്നെ ഒരു ശമനമൊക്കെ വന്നതും, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു വരും. ആരോഗ്യം മെച്ചമായി തന്നെ ഇരിക്കുന്ന ഒരു കാലം തന്നെയാണ്.
പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരല്പം അമിതമായ ജോലി ഭാരം നിങ്ങളെ ഒന്ന് അലട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. കാരണം ഒപ്പമുള്ളവരൊന്നും ജോലി ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് നിങ്ങൾ മാനസികമായ ആ ഒരു കൺട്രോൾ വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരല്പം റെസ്റ്റൊക്കെ എടുക്കുക. ഒരു അല്ലെങ്കിൽ ഹാഫ് ടൈമൊക്കെ ലീവ് ഒക്കെ എടുത്ത് ഒരല്പം റെസ്റ്റ് എടുക്കുന്നതൊക്കെ നന്നായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലയിലേക്ക് എടുക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും ഇവിടെയില്ല. കണ്ണുകൾക്കൊക്കെ ചിലപ്പോൾ വേദന അനുഭവപ്പെടുന്ന, കണ്ണിലൊക്കെ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരും. അതുപോലെ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഓവർ ഹീറ്റഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ബോഡിയൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം വിജയം നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഇതിനൊക്കെ ചില പരിഹാരങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അതായത് നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോകാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ അത് വളരെയധികം ഗുണം നിങ്ങൾക്കുണ്ടാവും. അതുപോലെ ഞായറാഴ്ച ദിവസമൊക്കെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുന്നതൊക്കെയും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. മാനസികമായ ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾക്ക് കുറച്ച് കിട്ടുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ചിങ്ങം രാശിയുടേതായ ആധിപത്യം കൊണ്ട ഗ്രഹം സൂര്യൻ രാശിക്കുള്ളിൽ തന്നെ വന്നിരിക്കുന്ന സമയം ഒരു എനർജി 100% പോസിറ്റിവിറ്റി ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാലം ആരംഭമാകട്ടെ എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവചനങ്ങൾ രാശി വശാലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്മജാതകത്തിനാണ് ഏറ്റവും അധികം മുൻതൂക്കമുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്കൊരു അവയർനെസ്സായിട്ട് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്താഗതികളെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരം പ്രവചനങ്ങൾ കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും എല്ലാം ലഭിക്കും അല്ലെങ്കിൽ നേടിത്തരാം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുകയും ഇല്ല. പക്ഷേ ഇതൊക്കെ ഒരു അവയർനെസ് തന്നെയാണ്. ഇത്തരം വീഡിയോസ് എന്നെപ്പോലെ മറ്റു പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു തിരിച്ചറിവ് മാത്രമായിട്ടെടുത്ത് മുന്നിലേക്ക് പോയാൽ, അതായത് എടുത്തുചാട്ടം, വേഗത, കൺട്രോളിങ് പവർ ഒക്കെ നിങ്ങൾക്ക് വേണം. അതായത് എന്ത് കാര്യത്തിനും ഒരു കൺട്രോൾ നിങ്ങൾക്ക് വേണം. എടുത്തുചാട്ടം അത് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല കാലം ആരംഭമാകുന്നു.